എം.വി. ഗോവിന്ദന്റെ സാമ്പത്തിക ഇടപാടുകൾ പോലും തളിപ്പറമ്പിൽ ചർച്ചയാക്കി ടി.കെ. ഗോവിന്ദൻ. പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ കണ്ണൂരിലെ പ്രമുഖ നേതാക്കൾക്ക് വലിയ എതിർപ്പ്. ഒരു കാലത്ത് കണ്ണൂർ പാർട്ടിയുടെ നെടുംതൂണായ ടി.കെ. ഗോവിന്ദൻ പ്രചാരണം ശക്തമാക്കുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഉറക്കം നഷ്ടമാകുന്നു. തളിപ്പറമ്പിൽ അട്ടിമറി സംഭവിച്ചാൽ കണ്ണൂർ CPM-ൽ വൻ പൊട്ടിത്തെറിക്ക് കളമൊരുങ്ങും. കണ്ണൂരിലെ തളിപ്പറമ്പിൽ CPM-ന്റെ രാഷ്ട്രീയ ധാർമ്മികതയെ ചോദ്യം ചെയ്യുകയാണ് വിമത സ്ഥാനാർത്ഥി ടി.കെ. ഗോവിന്ദൻ. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഏകാധിപതിയെപ്പോലെ തളിപ്പറമ്പ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിറകിൽ പല ഗൂഢാലോചനകളുമുണ്ടെന്നാണ് ടി.കെ. ഗോവിന്ദൻ ആരോപിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി തളിപ്പറമ്പ് മണ്ഡലം MLA-യും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻ മന്ത്രിയുമായ M.V. ഗോവിന്ദൻ മണ്ഡലത്തിൽ നടത്തിയ വികസനം ടി.കെ. ഗോവിന്ദൻ വലിയ ചർച്ചയാക്കുന്നു. 2000 കോടിയുടെ വികസനം നടന്നുവെന്ന് അവകാശപ്പെടുന്ന തളിപ്പറമ്പിൽ അതൊന്നും കാണാനില്ലെന്നും വികസന പ്രവർത്തനങ്ങളുടെ മറവിൽ കമ്മീഷൻ ഏർപ്പാടുകളാണ് നടന്നതെന്നുമാണ് ആരോപണം. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ കറക്കു കമ്പനിയുടെ പിടിയിലാണെന്നും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും തളിപ്പറമ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി.കെ. ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയെ കടന്നാക്രമിച്ചുള്ള ടി.കെ. ഗോവിന്ദന്റെ വാക്കുകളെ പ്രതിരോധിക്കാൻ M.V. ജയരാജൻ ഒഴികെ മറ്റാരും മുൻപോട്ട് വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയം. പലതും മറയ്ക്കാനുള്ളതുകൊണ്ടാണ് M.V. ഗോവിന്ദൻ ഭാര്യയെ തളിപ്പറമ്പിൽ തന്റെ പിൻഗാമിയായി സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് ടി.കെ. ഗോവിന്ദൻ ആരോപിക്കുന്നത്. തളിപ്പറമ്പിൽ UDF സ്വതന്ത്രനായ ടി.കെ. ഗോവിന്ദൻ ഒരു കാലത്ത് CPM-ന്റെ കണ്ണൂർ പാർട്ടിയിലെ നെടുംതൂണായിരുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട് ടി.കെ. ഗോവിന്ദൻ അറിയാത്ത രഹസ്യങ്ങളില്ല. തളാപ്പിലെ അഴീക്കോടൻ മന്ദിരമായ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ EP ജയരാജൻ തൊട്ട് ഇങ്ങോട്ട് KK രാഗേഷ് വരെ ജില്ലാ സെക്രട്ടറിമാരുടെ കാലങ്ങളിൽ ടി.കെ. ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി അംഗമായും സെക്രട്ടേറിയറ്റ് അംഗമായും നിറഞ്ഞു നിൽപ്പുണ്ട്. P. ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന കാലത്ത് പാർട്ടിയുടെ മലയോര മേഖലയിലെ സംഘടനാ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത് KM ജോസഫും ടി.കെ. ഗോവിന്ദനുമായിരുന്നു. മൊറാഴക്കാരനായ M.V. ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതു മുതലാണ് EP ജയരാജന്റെ വിശ്വസ്തരിൽ ഒരാളായ ടി.കെ. ഗോവിന്ദൻ തഴയപ്പെട്ടു തുടങ്ങിയതെന്ന് പാർട്ടി വൃത്തങ്ങളിലെ ചിലർ പറയുന്നു. പിണറായി പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് മയിൽ ഏരിയ സെക്രട്ടറി ആയിരുന്നു ടി.കെ. ഗോവിന്ദൻ. തളിപ്പറമ്പിൽ മത്സരിക്കാൻ ഏറെ യോഗ്യതയുള്ള ടി.കെ. ഗോവിന്ദനെ വെട്ടി സ്വന്തം ഭാര്യയായ P.K. ശ്യാമളയെ M.V. ഗോവിന്ദൻ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ M.V. ഗോവിന്ദൻ സ്വീകരിച്ച കുറുക്കുവഴികളാണ് ടി.കെ. ഗോവിന്ദന് മുൻപിൽ പുറത്തേക്കുള്ള വഴി തുറന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അടിച്ചേൽപ്പിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ടി.കെ. ഗോവിന്ദൻ പ്രതികരിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടും ഒറ്റ പേരിൽ തന്നെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് എത്തിച്ചേരുകയായിരുന്നു. രാഗേഷ് P.K. ശ്യാമള എന്ന ഒറ്റപ്പേര് മാത്രമാണ് തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചത്. N. സുകന്യ, KK ശൈലജ എന്നിവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തണമെന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന അഭിപ്രായം പരിഗണിക്കപ്പെട്ടില്ല. ഇതിൽ കണ്ണൂർ ജില്ലയിലെ പ്രധാന നേതാക്കൾക്ക് വലിയ അമർഷമുണ്ട്. M.V. ഗോവിന്ദന്റെ താൽപര്യത്തിന് പിണറായി വിജയൻ കൂടെ നിൽക്കുന്നുവെന്ന് ബോധ്യപ്പെടുന്ന സംഭവമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. പയ്യന്നൂരിൽ പാർട്ടിയിലെ തെറ്റായ നയങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് വിമത സ്ഥാനാർത്ഥിയായ V. കുഞ്ഞികൃഷ്ണനെയും തളിപ്പറമ്പിൽ വിമത സ്ഥാനാർത്ഥിയായ ടി.കെ. ഗോവിന്ദനെയും വർഗവഞ്ചകരെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിഞ്ഞുവെങ്കിലും ഇവരുടെ പിന്നിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ചില നേതാക്കളുടെ പിന്തുണയുണ്ടെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂരിലെ 9-ലേറെ ജില്ലാ നേതാക്കൾ M.V. ഗോവിന്ദനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ മൗനം പാലിക്കുകയാണ് ഇവരിൽ പലരും. കഴിഞ്ഞ 10 വർഷം പിണറായി ഭരിച്ചിട്ടും കണ്ണൂരിൽ പാർട്ടിയെ വളർത്താൻ പ്രയത്നിച്ച ഈ നേതാക്കളെയൊന്നും ഭരണപരമായ കാര്യങ്ങളിലേക്കും പാർട്ടിയിലെ പ്രധാന റോളുകളിലേക്കും പരിഗണിച്ചിട്ടില്ല. തലമുതിർന്ന നേതാക്കളുടെ തലയ്ക്ക് മുകളിലൂടെയാണ് പിണറായിയുടെ വിശ്വസ്തനായ KK രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയാക്കി മാറ്റിയത്. KK രാഗേഷ് സെക്രട്ടറി ആയതു മുതൽ ഇവരിൽ പലരും പാർട്ടിയിൽ സജീവമല്ല. പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരാത്ത നേതാക്കളുമുണ്ട്. ഇവരിൽ പലരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും വിട്ടുനിൽക്കുകയുമാണ്.